نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസിനികളെ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിലെമ്പാടും പാലിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി ഒരു മുവഹിദായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായി ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കൊടുവിൽ, ജീവിതത്തിന്റെ തിരക്കുകൾക്ക് അവസാനം ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് നമ്മൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ വീട് എന്നുള്ളത്. എത്ര യാത്രകൾ നമ്മൾ നടത്തിയാലും, നമ്മൾ വിദേശത്തേക്ക് പോയാലും, ഒരു ജോലി ആവശ്യാർത്ഥം മറ്റു നാടുകളിലേക്ക് പോയാലും, നമ്മൾ നമ്മുടെ വീടകങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എത്തി നമ്മുടെ വീടിന്റെ വാതിൽ തുറന്ന് നമ്മൾ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ വല്ലാത്തൊരു ആത്മനിർവൃതി നമ്മൾ അനുഭവിക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട് എന്നുള്ളത് അത് ഒരു കെട്ടിടം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ലല്ലോ നമ്മൾ കാണാറുള്ളത്. അത് നമുക്ക് ഒരു സുരക്ഷിതത്വത്തിന്റെ കേന്ദ്രമാണ്. നമുക്ക് വിശ്രമിക്കാൻ, നമ്മുടെ കുടുംബത്തോടൊപ്പം സുരക്ഷിതമായിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായ ഒരു വീട് അത് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ വർഷങ്ങളോളം നമുക്കൊരു വീട് പണിയുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ നമ്മൾ നിരതരാകാറുണ്ട്.
പല ആളുകളും സ്വന്തം കുടുംബത്തെ എല്ലാം മാറ്റി നിർത്തി വിദേശ രാജ്യങ്ങളിൽ ജോലി നോക്കുന്നത് വരെ സ്വന്തമായ ഒരു വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. പകലും രാത്രിയും അവർ വിയർപ്പൊഴുക്കി മിച്ചം വരുന്ന തുകകൾ അതിങ്ങനെ സ്വരുക്കൂട്ടി ഒരു വീട് പണിയാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പണിയുന്ന വീടുകൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി പോകുന്ന പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഉദാഹരണം, ഏതെങ്കിലും നിലക്കുള്ള ഒരു ദുരന്തം, പ്രകൃതി ദുരന്തം സംഭവിക്കുന്നു, ഒരു മണ്ണിടിച്ചിൽ സംഭവിക്കുന്നു, നമ്മുടെ വീട്, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ഉണ്ടാക്കിയെടുത്ത വീട് പെട്ടെന്ന് തന്നെ ഇല്ലാതെയായി പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഭരണകൂട ഭീകരതയുടെ ഭാഗമായി നമ്മുടെ വീടുകൾ തകർക്കപ്പെടുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ യുദ്ധക്കെടുതിയുടെ ഭാഗമായി പല വീടുകളും തകർക്കപ്പെട്ട വീടിന്റെ മുന്നിൽ നിന്ന് വിലാപം നടത്തുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതേ നിലക്ക് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെ നമ്മൾ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ നമ്മുടെ വീടുകൾ അത് നഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതോടൊപ്പം നമ്മൾ ജീവിച്ച് നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ വീട് അത് മറ്റാളിലേക്ക് എത്തിച്ചേരുകയാണ്, നമ്മുടെ മക്കളിലേക്ക് ചെന്ന് ചേരുകയാണ്. അതിനുശേഷം നമ്മുടെ മക്കളുടെ മക്കൾ നമ്മുടെ വീടിന്റെ ഓരോ ഭാഗങ്ങളും ചിതലരിക്കാൻ തുടങ്ങും, അതിൽ വിള്ളലേൽക്കാൻ തുടങ്ങും, അതിന്റെ കൂരകൾ ചോരാൻ തുടങ്ങും. പിന്നീട് ഏതെങ്കിലും നിലക്ക് അത് മൺമറഞ്ഞു പോകും. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീടിരുന്ന സ്ഥലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടുകൾക്കപ്പുറം അവിടെ അതിൻ്റെ ഒരു അവശിഷ്ടം പോലും അവശേഷിക്കാത്ത നിലക്ക് അത് ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ വിയർപ്പൊഴുക്കി നമ്മൾ ഏറെ സ്വപ്നം കണ്ട് നിർമ്മിച്ച നമ്മുടെ ഭവനം അതൊരു അടയാളം പോലും ഇല്ലാത്ത നിലക്ക് ഈ ലോകത്തിൽ നിന്ന് മാറുന്ന ഒരു ഘട്ടം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട് അവിടെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി മാറുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ വളരെയേറെ കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്ന ഈ ഒരു ഭവനങ്ങൾ അതിന് അൽപായുസാണ് ഉണ്ടാകുന്നത് എങ്കിൽ പരലോകം എന്നുള്ളത് അങ്ങനെയല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. തീർച്ചയായും പരലോകത്തെ ജീവിതം, പരലോക ഭവനം എന്നുള്ളതാണ്, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ എന്ന ആയത്ത് നമ്മൾ പലരും കേട്ടിട്ടുള്ള ആളുകളാണ്. തീർച്ചയായും ആഖിറത്താണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും ശാശ്വതമായിട്ടുള്ളത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അവിടെ ഒരു വീട് അത് നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇവിടെ വീട് വെക്കുന്നതിനെ കുറിച്ച് പല പ്ലാനിങ്ങുകളും നടത്തുമ്പോൾ പരലോകത്ത് എന്നെന്നും ശാശ്വതമായി ജീവിക്കേണ്ടുന്ന പരലോകത്ത് എനിക്കൊരു വീടുണ്ടാകുമോ എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടോ? പരലോകത്ത് നമുക്കൊരു വീട് ലഭിക്കുകയാണ് എങ്കിൽ ആ വീട് ഒരിക്കലും നശിച്ചു പോവുകയില്ല, അതൊരിക്കലും ചിതലരിക്കുകയില്ല, അതിന്റെ മേൽക്കൂരകൾ ചോരുകയില്ല. അത് എന്നെന്നും നമ്മുടേതാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വീടായി മാറും. അത്തരത്തിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഅബ്ഖാ എന്നെന്നും നിലനിൽക്കുന്ന, ശാശ്വതമായി നിലനിൽക്കും എന്ന് നമ്മളെ പഠിപ്പിച്ച ആ ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോടൊന്ന് ചോദിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിന്റെ 11ാമത്തെ ആയത്തിൽ ഒരു ചരിത്രം, ഒരു ഉപമ, നമുക്ക് ഒരു മാതൃക നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാതൃക അത് പറഞ്ഞു തരികയാണ്. അത് മറ്റാരുടെയും ചരിത്രമല്ല. ഇംറഅത ഫിർഔൻ,
അത് ഫിർഔനിന്റെ ഭാര്യയുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ആസിയ ബിൻത് മുസാഹിം അലൈഹിസ്സലാം, ആ മഹദിയുടെ ജീവചരിത്രം, അതിന്റെ ആ ഒരു ഏടുകൾ സൂറത്തു തഹ്രീമിലെ ആ ഒരു ആദ്യ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇത് ഖാലത്ത്, ആസിയ ബീവി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബ് ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ അടുക്കൽ പരലോകത്ത് എനിക്കൊരു വീട് നീ നിർമ്മിച്ചു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാണ്? ഫിർഔനിന്റെ ഭാര്യ, ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ ഭരണാധികാരിയുടെ ഭാര്യയാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ ഒരു ഫാഷിസ്റ്റ് ഭരണാധികാരി എന്ന് നമുക്ക് നാമകരണം ചെയ്യാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ആർഭാടങ്ങളും അവിടെയുണ്ട്. ഒരു കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളുമുള്ള ഒരു കൊട്ടാരത്തിൽ വസിച്ചിരുന്ന ആസിയ ബീവി പ്രാർത്ഥിച്ചത്, റബ്ബ് ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ സ്വർഗ്ഗത്തിൽ നിന്റെ അടുക്കൽ. ആ പ്രാർത്ഥനയിൽ ആദ്യം ചോദിക്കുന്നത് റബ്ബേ നിന്റെ അടുക്കൽ എന്നാണ്. അതിനുശേഷമാണ് ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ എനിക്കൊരു ഭവനം നൽകണേ എന്ന് പ്രാർത്ഥിച്ചത്. അതിനുശേഷമാണ് ആസിയ ബീവി അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, അല്ലാഹുവേ ഈ ഫിർഔനിന്റെ ദുരിതത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ആസിയ ബീവി പ്രാർത്ഥിച്ചത്. സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികാരികളായ ഈ ഒരു ആളുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം പ്രാർത്ഥിച്ചത് ഈ ഒരു ലോകത്ത് ഒരു കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ആ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നല്ല, മറിച്ച് പ്രാർത്ഥിച്ചത് റബ്ബേ എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിന്റെ അടുക്കൽ നൽകണേ എന്നാണ് ആസിയ ബീവി പ്രാർത്ഥിച്ചത്. ഈ നിലയ്ക്ക് റബ്ബേ എനിക്ക് നാളെ ആഖിറത്തിൽ പരലോകത്തിൽ മനോഹരമായ ഒരു ഭവനം നൽകണേ, റബ്ബ് ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന എന്ന് നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിന്റെ കെട്ടിടങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ലബിനതും മിൻ ദഹബ് വലബിനതും മിൻ ഫില്ല, അതിന്റെ ഇഷ്ടികകൾ അത് സ്വർണ്ണം കൊണ്ടുള്ളതാണ്, അത് വെള്ളി കൊണ്ടുള്ളതാണ്. വമിലാതുഹാ അൽ മിസ്കുൽ അൽഫർ, അതിന്റെ ചേരുവ, അതിന്റെ സിമന്റ് എന്നുള്ളത് അത് സുഗന്ധമുള്ള കസ്തൂരിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം അവിടെയുള്ള ചെറിയ ചെറിയ കല്ലുകൾ അത് ലുഅ്ലുഉം വയാഖൂത്ത്, അത് മുത്തും പവിഴവുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വതുറാബുഹ സഅഫറാൻ, അവിടെയുള്ള മണ്ണ് അത് കസ്തൂരിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മയ്യദ്ഖലുഹാ യൻഅമു ലാ യബ്അസ്, ആരെങ്കിലും അതിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ അവൻ അതിൽ പ്രവേശിക്കുന്നത് സുഖത്തിൽ ജീവിക്കാനാണ്. അവൻ സമാധാനമടഞ്ഞവനാണ്. വലാ യബ്അസ്, അവൻ ഏതെങ്കിലും നിലക്കുള്ള പ്രശ്നങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. വയഖ്ലുദ്, അവൻ അവിടെ എന്നെന്നും ജീവിക്കുന്നവനാണ്. വലാ യമൂത്ത്, അവൻ ഒരിക്കലും മരണപ്പെടുന്നവനല്ല. വലാ തബ്ല ഹിയാബുഹും, അവന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോകുന്നതല്ല. വലാ യഫ്നാ ശബാബുഹും, അവന്റെ യുവത്വം മങ്ങിപ്പോവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തെ കുറിച്ച്, അവിടുത്തെ കെട്ടിടത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ഈ കെട്ടിടം, ഈ ഒരു സ്വർഗം, ഇത് നമ്മൾ ഈ സ്വർഗത്തിലെ ഭവനം എന്നെങ്കിലും സഹോദരന്മാരെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ നമുക്ക് സ്വർഗം ലഭിക്കാനുള്ള, സ്വർഗത്തിൽ ഭവനം ലഭിക്കാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. വല്ലദീന ആമനു, അവർ വിശ്വസിച്ച ആളുകളാണ്, ഈമാനുള്ള ആളുകളാണ്. വഅമിലുസ് സ്വാലിഹാത്ത്, അമലുസ് സ്വാലിഹാത്തുകൾ ചെയ്ത ആളുകളാണ്, സൽക്കർമ്മം പ്രവർത്തിച്ച ആളുകളാണ്. ഈ രണ്ട് ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി ലനബ്ലുവന്നഹും
മിനൽ ജന്നതി ഉർഫ. ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെക്കും ഒരു ഉന്നത സൗധം. ഉർഫ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബൈത്ത് എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ വീട് എന്നതിന് ഉപയോഗിച്ചു പോരാറുള്ള പദം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉർഫൻ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കേവലം ഒരു വീടിന് പറയുന്നതല്ല, അത് ഉന്നതമായ സൗധങ്ങൾക്ക്, മണിമാളികകൾക്ക്, വളരെ വിശാലമായ കൊട്ടാര സമാനമായ കെട്ടിടങ്ങൾക്കാണ് അത്തരത്തിൽ ഉർഫൻ എന്ന പദം ഉപയോഗിക്കുന്നത്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ആ നിലക്കുള്ള സൗധങ്ങളാണ് വിശ്വസിക്കുകയും സൽക്കർമ്മ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ലഭിക്കാനുള്ളത്. ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. നിഅമ അജ്റൽ ആമിലീൻ, അവർ പ്രവർത്തിച്ചതിന് അവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെത്ര ഉത്തമമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് ഈമാൻ ഉണ്ടാവുകയും അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഈമാൻ മാത്രം പോരാ, അതിന്റെ കൂടെ അമലു സ്വാലിഹാത്തുകൾ കൂടി വേണം. ഈമാൻ ഒരു വൃക്ഷമാണ് എങ്കിൽ സൽക്കർമ്മങ്ങൾ എന്നുള്ളത് അതിന്റെ ഫലങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലാകിനില്ലദീന ഇത്തഖൂ റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ തഖ്വ ചെയ്തവർ, സൂക്ഷിച്ച ആളുകൾ, അവർക്ക് ലഹും ഉർഫത്തും മിൻ ഫൗഖിഹാ ഉർഫുൻ, അതിന്റെ മണിമാളികകൾ അവർക്കുണ്ട്. തഖ്വയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന മണിമാളികകളുടെ പ്രത്യേകത, ഉന്നത സൗധങ്ങളുടെ പ്രത്യേകത, അത് ഒന്നിനു മുകളിൽ ഒന്നായി അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഒരു സൗധങ്ങളല്ല, ഒന്നിനു മുകളിൽ ഒന്നായി ലഭിക്കുന്ന സൗധങ്ങൾ, ഉന്നതമായ ഭവനങ്ങൾ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്നത് അത് തഖ്വയുള്ള ആളുകൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ്. വഅദല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ലാ യഖ്ലിഫുല്ലാഹുൽ മീആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ വാഗ്ദാനത്തെ ലംഘിക്കുന്നവനല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് ഇത്തരത്തിലുള്ള മാളികകൾ ഉള്ളത് അത് ഏതെങ്കിലും നിലക്കുള്ള രാജാക്കന്മാർക്കാണ് എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള അധികാരികൾക്കാണ് എന്നല്ല, അല്ലെങ്കിൽ സമ്പന്നന്മാർക്കാണ് എന്നല്ല. അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും, ഏതൊരു ദരിദ്രനും, ഏതൊരു ഉമ്മക്കും, ഏതൊരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന തട്ടിന് മേൽ തട്ടായി മുകളിലായി ലഭിക്കുന്ന ആ ഒരു ഉന്നത സൗധങ്ങൾ, മണിമാളികകൾ, ഭവനം ലഭിക്കുമെന്നുള്ളതാണ്. ആദ്യം പറഞ്ഞത് ഈമാൻ ഉണ്ടാകണം, അമലു സ്വാലിഹാത്ത് ഉണ്ടാകണം. രണ്ടാമത് ഈമാനും അമലു സ്വാലിഹാത്തും ചേർത്താണെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം തഖ്വ ഉണ്ടാകണം എന്നുള്ളതാണ്. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും സ്വബർ ഉണ്ടാകണം എന്നതാണ്, ക്ഷമയുണ്ടാകണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, ഉലൈക യുജ്സൗനൽ ഉർഫത ബിമാ സബറു. ഉർഫ എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ഉപയോഗിച്ചത്. ആർക്കാണ് ഉർഫ ലഭിക്കുന്നത്? അത് പ്രതിഫലമായി ലഭിക്കുന്നത് ആർക്കാണ്? ബിമാ സബറു, ക്ഷമിച്ച ആളുകൾക്കാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏത് വിഷയത്തിലാണ്? എല്ലാ വിഷയത്തിലും ക്ഷമയുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ക്ഷമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നമ്മളൊരു വീട് വെക്കുകയാണ്, ആളുകൾ പറയുകയാണ് സാമ്പത്തികമായി നമുക്ക് ഞെരുക്കമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ലോൺ എടുത്തോ, കുഴപ്പമില്ല. സാധാരണ ഹോം ലോൺ എടുക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? അങ്ങനെ വളരെ നിലക്കുള്ള പ്രഷർ സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ അവിടെ ക്ഷമിക്കുക, തിന്മയിലേക്ക് പോകാതെ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ക്ഷമയാണ്. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉയർത്തിയ നമ്മുടെ വീട്ടിൽ AC ഇട്ട് ഫാനിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നു, അല്ലെങ്കിൽ അലാറം കേൾക്കുന്നു, അവിടെ നിന്ന് എഴുന്നേറ്റ് നമസ്കാരത്തിന് ഫജ്റിന് പോവുക എന്നുള്ളത്, നന്മയിലേക്ക് ധൃതി കാണിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ അനുസരിച്ച് ആ ഒരു ഈമാനോടുകൂടി മുസ്ലിമായി ഉറച്ചു നിൽക്കുക എന്നുള്ളത്, സഹോദരങ്ങളെ, അതിനും നമുക്ക് ക്ഷമയുണ്ടാകണം എന്നുള്ളതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായി നമ്മളെ പരീക്ഷിക്കും. നമുക്ക് രോഗം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. നമുക്ക് സാമ്പത്തികമായി നഷ്ടം നൽകി നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ട് ഏതെങ്കിലും നിലയ്ക്കുള്ള അപമാനം നമുക്ക് നൽകി ദഅവ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഇസ്ലാം അനുസരിച്ച് മുസ്ലിമായി ജീവിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിലെല്ലാം ഒരു വിശ്വാസി ക്ഷമ കൈക്കൊള്ളേണ്ട ആളുകളാണ്. ഒരു വിശ്വാസി വിചാരിക്കേണ്ടത് ഏതെങ്കിലും നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളതല്ല ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. മറിച്ച് ഈ ഒരു പ്രയാസങ്ങളിലൂടെ എനിക്ക് നാളെ സ്വർഗത്തിൽ ഒരു സ്വർഗീയ ഭവനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി നൽകുന്നു എന്നാണ് നമ്മളെ അല്ലാഹു പരീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ആ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് മാളിക. 3 വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് ഈമാനും അമലു സ്വാലിഹാത്തും. രണ്ടാമത് പറഞ്ഞത് തഖ്വയുടെ വിഷയമാണ്. മൂന്നാമത് സ്വബറാൻ. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധങ്ങളായ വിഷയങ്ങൾ നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുകയാണ് എങ്കിൽ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുകയാണ് എങ്കിൽ അത് എത്രമാത്രം ചെറുതാണ് എങ്കിൽ പോലും അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഓഹരി നൽകുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അതിന് സമാനമായ ഒരു ഭവനം നമുക്ക് ഒരുക്കി വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. 5-ാമത്തെ വിഷയം, ഏതെങ്കിലും ഒരു മുസ്ലിം അവൻ 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം, ഫർളായ നമസ്കാരങ്ങളല്ല, അത് നമസ്കരിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ ഭവനം നിർമ്മിച്ചു നൽകും. ഫജ്റിന് മുമ്പ് 2 റക്അത്ത്, ദുഹറിന് മുമ്പ് 4, ദുഹറിന് ശേഷം 4, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, ഇങ്ങനെ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വർഗീയ ഭവനം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 6-ാമത്തെ വിഷയം, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. മൻ ആദ മരീദൻ ഔ സാറ അഹൻ ലഹു ഫില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നമ്മൾ ഒരു സഹോദരനെ കണ്ടുമുട്ടുന്നു, അവനെ സന്ദർശിക്കുന്നു. അങ്ങനെ സന്ദർശിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുന്ന വ്യക്തിക്ക്, ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഭവനം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് മലായികത്തുകൾ വിളിച്ചു പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര ലളിതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഏതെങ്കിലും നിലക്കുള്ള ഒരുപാട് സമ്പാദ്യങ്ങൾ നമുക്ക് വേണ്ടല്ലോ. വളരെ പ്രയാസമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, രോഗിയായി നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സന്ദർശിക്കുകയാണ് എങ്കിൽ, നമ്മുടെ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ വിഷയത്തിൽ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ നമ്മൾ സന്ദർശിക്കുകയാണ് എങ്കിൽ നമുക്ക് നാളെ സ്വർഗീയ ഭവനം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. 7, നല്ല സംസാരം ഉണ്ടാവുക, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക, രാത്രി നമസ്കാരം നിർവഹിക്കുക. ഇത് 3ഉം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചത് ഒരേ ഹദീസിലാണ്. പ്രവാചകൻ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഒരു ഓർഫയുണ്ട്, ഒരു ഉന്നത ഭവനമുണ്ട്, മാളികയുണ്ട്. ആ മാളികയുടെ പ്രത്യേകത, അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം കാണാൻ സാധിക്കും, പുറത്ത് നിന്ന് നോക്കിയാൽ ഉള്ളിൽ കാണാൻ സാധിക്കും. അത്രമാത്രം മനോഹരമായ ഒരു ഉർഫ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, ആർക്കാണ് പ്രവാചകരെ ആ സ്വർഗ്ഗത്തിൽ മണിമാളിക ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ത്വാബൽ കലാം, നല്ലത് പറഞ്ഞ, നല്ല സംസാരമുള്ള, പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കുന്ന. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അഫ്ശുസ് സലാം, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണം. അത്തരം ആളുകൾക്ക് ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി നിന്ന് നമസ്കരിച്ച ആളുകൾക്ക്, തഹജ്ജുദ് നമസ്കരിച്ച ആളുകൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഭവനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇനി ഒരു ദൈർഘ്യമേറിയ ഹദീസിൽ പ്രവാചകൻ 3 വിഭാഗം ആളുകളെ,
എട്ടാമതും ഒമ്പതാമതും പത്താമതുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 3 വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അനസഈമുൻ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമ്യം നിൽക്കുമെന്ന് പറഞ്ഞ ആളുകളാണ്. ഓരോ തട്ടുകളിലായി സ്വർഗത്തിന്റെ ഓരോ താഴ്ഭാഗത്ത്, അതോടൊപ്പം തന്നെ മധ്യഭാഗത്ത്, അതിന്റെ മുകൾ ഭാഗത്ത് 3 വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അതിൽ താഴ്ഭാഗം ഉണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞത് ലിമൻ തറക മിറാൻ വഇൻ കാന മുഹിഖ, അത് അവന്റെ ഭാഗത്ത് സത്യമുണ്ട്, അവന്റെ ഭാഗത്താണ് ന്യായം എങ്കിൽ പോലും തർക്കം ഒഴിവാക്കിയ വ്യക്തിക്കാണ്. ആകെ നമുക്ക് തർക്കം അനുവദനീയമായ വിഷയം ഇസ്ലാമികമായി ഏതെങ്കിലും സത്യത്തെ സ്ഥാപിക്കാനും അസത്യത്തെ ആ നിലക്ക് താഴ്ത്താനും വേണ്ടിയിട്ടുള്ള നിലക്കാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങളിൽ ഏതെങ്കിലും നിലക്ക് നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് എങ്കിൽ അതിനെ സ്ഥാപിക്കാൻ ഇങ്ങനെ തർക്കിക്കുക, തർക്കിക്കാതിരിക്കുന്നവർക്ക് താഴ്ഭാഗത്ത്, സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു ഭവനമുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ വസത്തിൽ, അതിന്റെ മധ്യഭാഗത്ത് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് പറഞ്ഞവർ അവർ തമാശക്ക് പോലും കളവ് പറയാത്തവരാണ് എന്നാണ്. ലിമൻ തറക്കൽ കെലിബ് വഇൻ കാന മാസിഹൻ, തമാശക്ക് പോലും കളവ് പറയാത്ത വ്യക്തിക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഭവനം, ഒരു വീടുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഏറ്റവും ഏറ്റവും ഉന്നതമായ ആ ഒരു ഭാഗത്ത് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത് ലിമൻ ഹസ്സന ഖൽഖഹു, ആരെങ്കിലും അവന്റെ സ്വഭാവത്തെ നന്നാക്കിയാൽ, സൽ സ്വഭാവമുള്ള വ്യക്തിക്കാണ് ഏറ്റവും ഉന്നതമായ ആ ഒരു ഭാഗത്ത് സ്വർഗമുണ്ട് എന്ന് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് പറഞ്ഞത്. ഇനി 11ാമതായി പ്രവാചകൻ പറഞ്ഞത് മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മററാത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, വളരെ ലളിതമായ സൂറത്താണ്. അത് എല്ലാ ദിവസവും 10 തവണ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു നൽകുകയാണ്. എത്ര ലളിതമായ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധയുണ്ട് എങ്കിൽ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നമ്മൾ ഇവിടെ ഏറെ കഷ്ടപ്പെട്ട് നിർമ്മിക്കുന്ന ഭവനങ്ങളെക്കാൾ ഉന്നതമായ ഭവനം നാളെ സ്വർഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കും. അത്തരത്തിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന അസ്തഗ്ഫിറുഹു വഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി വമൻ വാല. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും വിശിഷ്യ എന്നോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് വീട് എന്നും, ഒരു വീട് നിർമ്മിക്കാൻ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടാറുണ്ട് എന്നും, സ്വർഗീയ ഭവനത്തിന് വേണ്ടി, സ്വർഗത്തിൽ ഒരു വീടിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നിർവഹിക്കണമെന്നുമാണ് ആദ്യ ഖുതുബയിൽ പറഞ്ഞു വെച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കാതെ, സ്വന്തമായി കേറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ദാരിദ്ര്യം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച തുക ആ നിലക്ക് ഒരു ഭവന നിർമ്മാണത്തിലേക്ക് എത്താത്ത നിലക്ക് വളരെ പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകൾക്ക് നമ്മൾ കൈത്താങ്ങായി മുന്നോട്ട് വരണം എന്നാണ് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ 2023 മുതൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ടീച്ചേഴ്സ് കെയർ എന്നുള്ള പദ്ധതി. നമുക്കറിയാം, ആധുനികമായിട്ടുള്ള വിഷയങ്ങളിൽ എത്രമാത്രം ധാർമ്മികമായ വിദ്യാഭ്യാസം ആവശ്യമാണ് എന്നുള്ളത്
നമുക്ക് ഏറെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മദ്രസകളുടെ പ്രാധാന്യം എത്രമാത്രമാണ് എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ മദ്രസ അധ്യാപകന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിസ്തുലമായ സേവനങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കളെ അലിഫ് ബാ തൊട്ട് മുതൽ ഹാഫിളുകളാക്കുന്ന നിലക്ക് വരെ അവർ കഠിന പ്രയത്നം നടത്തുകയാണ്. പലപ്പോഴും നമ്മുടെ വീടകങ്ങളിൽ നിന്ന് അവർക്ക് അത്ര സപ്പോർട്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായി ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അവരുടെ സേവനം നിർവഹിക്കുന്ന ധാരാളം കണക്കിന് മദ്രസ അധ്യാപകരുണ്ട്. അവർക്കൊരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അൽഹംദുലില്ലാഹ് കഴിഞ്ഞ കാലയളവിൽ ഏകദേശം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി 14 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. 26 വീടുകൾ നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ രോഗചികിത്സയ്ക്ക് വേണ്ടി, ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി, മക്കളുടെ സ്കോളർഷിപ്പ്, പഠിക്കാനുള്ള സഹായങ്ങൾക്ക് വേണ്ടി, അവർക്ക് പഠന ആ ഒരു കാലയളവിന് ശേഷം പഠിപ്പിച്ചതിന് ശേഷം വാർദ്ധക്യ സഹജമായി നിൽക്കുന്ന ആളുകൾക്ക് പെൻഷൻ നൽകാൻ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർഷത്തിൽ ഒരിക്കൽ ടീച്ചേഴ്സ് കെയറിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാറുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഈ ഒരു മസ്ജിദിൽ നടക്കുന്ന കളക്ഷൻ അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ മദ്രസ അധ്യാപകർക്ക്, നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കുന്ന, അവർക്ക് ദീനീ രംഗത്ത് കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന, മൂല്യങ്ങൾ നൽകുന്ന നമ്മുടെ മദ്രസ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. ചുരുങ്ങിയത് നമ്മളാൽ കഴിയുന്ന എത്ര തുകയാണ് എങ്കിലും, ഒരു 500 രൂപയാണ് നമ്മൾ നൽകുന്നത് എങ്കിൽ അതൊരു വലിയ തുകയായി ഇത്തരം ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് എത്താൻ സാധിക്കും. ഇനി അതിന് കഴിയാത്ത ആളുകൾ നമ്മളാൽ കഴിയുന്ന ഒരു തുക ഇൻഷാ അല്ലാഹ് ഈ നമസ്കാരത്തിന് ശേഷം ഇവിടെ കളക്ഷൻ നടക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി നമ്മൾ അതുമായി സഹകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ആരുടെയും കയ്യിൽ പൈസ ഇല്ല എങ്കിൽ ടീച്ചേഴ്സ് കെയർ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ, ടീച്ചേഴ്സ് കെയർ വിസ്ഡം എന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ ഡൊണേഷന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ QR അടക്കം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അത്തരത്തിൽ വീട്ടിൽ ചെന്നാലും അത് നിങ്ങൾ ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആക്കുമാറാകട്ടെ. നമ്മൾക്ക് നാളെ സ്വർഗത്തിൽ ഒരു ഭവനം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اصرف عنا عذاب جهنم ان عذابها كان غراما. ربنا تقبل منا آمين آمين برحمتك يا أرحم الراحمين. واقم الصلاة.